Hi friends, welcome to my channel. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് PDF ഫയലിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഫോട്ടോസ് ഒക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരും പിന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നോട്ട്സ് ഒക്കെ കൂട്ടുകാരികൾക്കും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുകയും പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ ഫോട്ടോസിനെയൊക്കെ ഒരു ഗ്രൂപ്പ് വൈസ് ആക്കി PDF രൂപത്തിൽ അവർക്ക് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി എളുപ്പത്തിലായിരിക്കും അവർക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഫോട്ടോസൊക്കെ നമ്മൾ അല്ലാതെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഗാലറിയിൽ പോയി സേവ് ആകും. എന്നാൽ അത് ഡിലീറ്റ് ആയി പോയാൽ പിന്നെ അവർക്ക് പിന്നെ കാണാൻ പറ്റത്തില്ല. എന്നാൽ നമ്മളൊരു ഗ്രൂപ്പ് വൈസ് ആക്കി PDF രൂപത്തിലാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് ഡിലീറ്റ് ആവാതെ ഒരു PDF രൂപത്തിൽ അവിടെ പോയി കിടക്കുകയും നല്ല ക്വാളിറ്റിയിൽ തന്നെ അവർക്ക് ആ ഫോട്ടോസ് ആണെങ്കിൽ എന്തായാലും കാണാൻ സാധിക്കും. അപ്പോൾ ആ PDF എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു ആപ്ലിക്കേഷൻ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനാണ് അഡോബ് സ്കാനിങ് എന്ന് പറയുന്നത്. അഡോബ് സ്കാൻ എന്ന് പറയുന്നത് ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ആപ്പ് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വേറൊന്ന് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് PDF, അതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് അടുത്ത് താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും കഴിയുന്നുണ്ട്, അല്ലാതെ നമുക്ക് ഗാലറിയിലോട്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് പോകാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കുറച്ച് നോട്ട്സ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ തന്നെയാണ് ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഫോട്ടോസിനെ. അങ്ങനെ എല്ലാ ഫോട്ടോസിനും നമുക്ക് ക്രോപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ റൊട്ടേഷൻ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ ഫോട്ടോസ് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കളർ ചേഞ്ചിങ് വരുത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ പല ഓപ്ഷൻസും ഉണ്ട് നമുക്ക്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ മുകളിൽ നമുക്കിവിടെ നമ്മൾ ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നോട്ട്സ് ആണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ടൈറ്റിൽ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിവിടെ നോട്ട്സ് എന്ന് തന്നെയാണ് വെറുതെ ജസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഏത് ദിവസമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചൂസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഇവിടെ ടൈറ്റിൽ ഇപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ മുകളിൽ സേവ് PDF എന്ന് കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ അത് അപ്ലോഡായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നില്ലേ ഷെയർ എന്നുള്ള ഓപ്ഷൻ, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷെയർ ടു കോപ്പി എന്ന് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് അതിൽ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ വാട്സാപ്പിൽ തന്നെയാണ് ഒരാൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ PDF ഞാൻ വാട്സാപ്പിലൊരു കോണ്ടാക്റ്റിൽ സേവ് ചെയ്യാണ്. ഇപ്പോൾ അവിടെ സേവ് ആയിട്ടുണ്ട്. ഞാനിനി അത് ഓപ്പൺ ആക്കി കാണിക്കാം. കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ PDF ഫയൽ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഞാനവിടെ ക്രിയേറ്റ് ചെയ്ത 4 പേജിൻ്റെയും പ്രിൻ്റ് അങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ ഈ പേജിന് ഞാൻ കളർ മാറ്റി കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈസി ആയിട്ട് ഫോട്ടോയുടെ അതേ ക്വാളിറ്റി വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് PDF നിർമ്മിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ കമൻറ്റ് മുഖേന എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.